നമ്മുടെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഏറ്റവും ബഹുമാനായ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനി, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ പരിശുദ്ധ കത്തോലിക്ക ബാബ തിരുമേനി, സ്വാഗത പ്രസംഗം നടത്തിയ വികാരി റവറൻഡ് ഫാദർ തോമസ് വർഗീസ് കടവിൽ, പ്രിയങ്കരനായ റവറൻഡ് ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമീൻ, ഫാദർ പി കെ കോശി, അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, റവറൻഡ് ഫാദർ തോമസ് പി നൈനാൻ, ഡോക്ടർ ജേക്കബ് ഉമ്മൻ, വേദിയിലും സദസ്സിലുമുള്ള വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ അഭിമാനകരവും സന്തോഷകരമായ ഒരു ചടങ്ങാണ് നടക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിൽ, നമ്മുടെ പഞ്ചായത്തിൽ, ഇത് രണ്ടും എന്നെ സംബന്ധിച്ച് ഒന്ന് തന്നെയാണ്. ഞാൻ താമസിക്കുന്ന പഞ്ചായത്ത് കൂടിയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രഥമ പ്രഖ്യാപിത കാതലിക്കൽ സിംഹാസന പള്ളി അതിൻ്റെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുന്ന ഒരു മഹത്തായ ചടങ്ങാണ് പരിശുദ്ധ പിതാവ് ഇവിടെ നടത്തി കഴിഞ്ഞിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകി തീരുമാനമെടുക്കി ഇതെല്ലാം പ്രഖ്യാപിക്കുകയും ചെയ്ത പരിശുദ്ധ പിതാവിനെയും ചെങ്ങന്നൂർ ഭദ്രാസാധിപനെയും ഞാൻ ആത്മാർത്ഥമായ അവസരത്തിൽ നാടിനു വേണ്ടി അങ്ങേയറ്റം സന്തോഷത്തോട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയത്തും സന്ദർഭത്തിലുമാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ പ്രതിസന്ധികളെയൊക്കെ നമ്മുടെ കൂട്ടായ്മയിലൂടെ നമുക്ക് അതിജീവിക്കാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ വരുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ, അത്തരം സാഹചര്യങ്ങളെ യോജിപ്പിൻ്റെയും ഐക്യത്തിൻ്റെയും ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. അതിന് ചെറുതാണെങ്കിലും ക്രൈസ്തവ ജനവിഭാഗം അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗങ്ങളുടെ നേതൃത്വങ്ങൾ നല്ല പങ്ക് നിർവഹിക്കുന്നുണ്ട്. കൂടുതൽ നല്ല പങ്ക് നിർവഹിക്കണമെന്നാണ് എനിക്ക് പറയാൻ. തീർച്ചയായിട്ടും മലങ്കര സഭ അക്കാര്യത്തിൽ ഗണ്യമായ ഒരു പങ്ക് നിർവഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നല്ല ക്രൈസ്തവൻ എന്ന് പറയുമ്പോൾ ലോകത്ത് വന്ന മാറ്റത്തിനനുസരിച്ച് ഒരു പെരുമാറ്റ ശൈലിയിൽ തന്നെ രൂപഭേദം വരുത്തേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ പെരുമാറ്റ ശൈലി തീർച്ചയായിട്ടും ഇന്നത്തെ ജീവിത രീതിക്കനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താൻ കഴിയണം. മാർപ്പാപ്പയുടെ ഒരു പ്രസിദ്ധമായ പ്രസംഗം ഈ അടുത്ത സമയത്തുണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ മാർപ്പാപ്പ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചു. അതിലൊരു കാര്യം സൗമ്യശീലം, എളിമ, ക്ലേശങ്ങളിൽ സഹനശീലം, നീതിയോടെയുള്ള സ്നേഹം, പീഡനങ്ങൾ സഹിക്കാനുള്ള കഴിവ്, മറ്റുള്ളവരെ വിധിക്കാതിരിക്കാനുള്ള കഴിവ്. ഇത് തീർച്ചയായിട്ടും സുവിശേഷ സൗഭാഗ്യങ്ങളിൽ അധിഷ്ഠിതമായ ക്രിസ്തീയ ജീവിത ശൈലിയായി നമുക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിയണം. അതേ തുടർന്ന് അദ്ദേഹം പറഞ്ഞ മറ്റൊരു ഭാഗം, ക്രിസ്തീയ ശൈലി ഏറ്റവും തെറ്റായ ക്രൂരമായ ഒരു കാര്യമായി മാർപ്പാപ്പയുടെ പ്രസംഗത്തിൽ പ്രതിപാദിച്ചത് കുറ്റമാരോപിക്കലാണ്. ഒരു ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കുറ്റം ആരോപിക്കലല്ല, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തവനെ തിരുത്താനുള്ള സന്മനസ്സാണ് ക്രൈസ്തവന് ആവശ്യം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ കാണുന്നത് കുറ്റം ചെയ്യാത്തവനെ പോലും വിചാരണ ചെയ്യുന്ന, കുറ്റം ആരോപിക്കുന്ന, നിരപരാധികളെ ശിക്ഷിക്കപ്പെടുന്ന ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നാം ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറ്റം ആരോപിക്കലല്ല,
കുറ്റവാളിയെ ക്രിസ്തു തിരിച്ചറിഞ്ഞ് സംരക്ഷിച്ചത് എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കണം ക്രൈസ്തവ ജീവിത സന്ധിയിൽ നമ്മൾ ഏർപ്പെടണം. മാർപ്പാപ്പയുടെ പ്രസംഗത്തിലെ മറ്റൊരു ഭാഗം ലൗകികത, സ്വാർത്ഥത, ഈ വിരുദ്ധ ശൈലികൾ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയണം. ഈ വിരുദ്ധ ശൈലികൾ ഒരു ക്രൈസ്തവൻ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളാണ്. ലൗകികത എന്നത് തൻ്റേത് മാത്രമായ ഒരു സ്വകാര്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പലരും ഇത് കാണുകയാണ്. നമുക്കെല്ലാം സമൂഹം വളർന്നു വന്നു, സാമ്പത്തികമായ പുരോഗതി ഉണ്ടായി, നമ്മളിലേക്ക് മാത്രം നമ്മൾ ഒതുങ്ങി ജീവിക്കുന്നു എന്നതാണ് വസ്തുത. ആർഭാടങ്ങളുടെ പുറകെയാണ് നമ്മളിൽ പലരും ഇന്ന് സഞ്ചരിക്കുന്നത്. ഒരു ആള് ബെൻസ് കാർ എടുത്താൽ അടുത്ത ആൾക്ക് റോൾസ് റോയ് കാർ എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ലൗകികമായ ജീവിതത്തിന്റെ അതിരുകൾ ലംഘിച്ചു പോകുമ്പോൾ മാനുഷികമായ മൂല്യങ്ങളെല്ലാം അവിടെ തകരുകയാണ്. കുടുംബ ഭദ്രത തകരുകയാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഏറ്റവും കൂടുതൽ വർത്തമാനകാലത്ത് സങ്കടത്തോടെ കാണേണ്ടത് കുടുംബ ഭദ്രത ഇല്ലായ്മയാണ്. വളരെ വിനയത്തോട് ഞാൻ പറയട്ടെ, വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മുടെ പുരോഹിത ശ്രേഷ്ഠന്മാർ പലരും വിവാഹം നടത്തി കൊടുക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ വിവാഹം നടക്കുന്ന സന്ദർഭത്തിൽ വധൂവരന്മാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണെന്നുള്ള കാര്യം പറയാതിരിക്കാൻ. ഇതെന്താണ് കാര്യം? ഏറ്റവും കൂടുതൽ ചെറിയ പ്രായത്തിൽ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത വളർന്നു വരുന്നത് നമ്മുടെ നാട്ടിലാണ്. ഞാൻ ഇന്ന് ചെന്നിത്തലയിൽ രാവിലെ പോയ ഒരു കാര്യം, അച്ഛനെയും അമ്മയും പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അഭിമാനത്തോടുകൂടി പോലീസിന് കീഴടങ്ങിയ മകനെ കണ്ട അവസ്ഥ, സ്വന്തം കാമുകന് വിഷം കൊടുത്ത് കൊല്ലുന്ന അവസ്ഥ. അപ്പൊ ലൗകികമായ ജീവിതത്തിന്റെ അപകടകരമായ ഭാഗം കുടുംബ ഭദ്രത എങ്ങനെ ഊട്ടിയുറപ്പിക്കുന്നു, എങ്ങനെയാണ് നമ്മളൊരു കുടുംബത്തെ നയിക്കേണ്ടത്? നമ്മുടെ പല വീടുകളിൽ ഇന്ന് ചർച്ചകളില്ല. ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ സംസാരിക്കാറില്ല. പലപ്പോഴും മൊബൈൽ ഫോണിൽ വാട്സപ്പ് ഉള്ളത് കൊണ്ടും വീഡിയോ കോൾ ഇട്ട് സംസാരിക്കാൻ കഴിയുന്നതുകൊണ്ടും മാത്രം ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ. വീഡിയോ കോൾ ഇടുന്നത് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഭർത്താവ് ഇവിടെ പോയെന്നറിയാനും ഭാര്യ എങ്ങോട്ട് പോയെന്നറിയാനും വേണ്ടിയാണ് പലരും വീഡിയോ കോൾ ഉപയോഗിക്കുന്നത്. ഒരു വീട്ടിൽ ചെന്നാൽ ആ വീടിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അത് ഒരു വീട്ടിലെ കുടുംബത്തിന്റെ ഭദ്രത, അവരുടെ കൂട്ടായ്മയാണ്. അപ്പൊ ലൗകികതയുടെ പുറകെ പോകുന്ന ഒരു സമൂഹം ക്രിസ്തീയ ദർശനത്തിന് വളർച്ച ഗുണകരമാകുക. രണ്ടാമത് പറഞ്ഞ ഭാഗമാണ് സ്വാർത്ഥത. തൻ്റെ കാര്യം തനിക്കപ്പുറം ഒന്നുമില്ല. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ ക്രിസ്തു പഠിപ്പിച്ചു. ആ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ പഠിപ്പിക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾ ജീവിക്കുന്ന നാട്ടിൽ വലിയൊരു വിഭാഗം ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ അനാഥാലയങ്ങളുള്ളത് കേരളത്തിലാണ്. എന്ത് ധാർമ്മികതയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്? ഈ കഴിഞ്ഞ ദിവസം ഒരു വാർദ്ധക്യം ബാധിച്ച ഒരു മാതാവ് ഒരു പിതാവ് എന്നെ കാണാൻ പോകും. 4 മക്കളാണ്. ഭയങ്കര സങ്കടം എനിക്ക് വന്നു. കാരണം എന്ന് വെച്ചാൽ ആ പിതാവ് ഓട്ടോറിക്ഷ ഓടിച്ചാണ് ആ കുഞ്ഞുങ്ങളെ വളർത്തിയത്. മകൻ ഗൾഫിലാണ്. മകൻ്റെ പേര് എഴുതി കൊടുത്ത വസ്തു അയാൾ വിറ്റു. എന്നിട്ട് വാടക കെട്ടിടത്തിലേക്ക് അച്ഛനെ അമ്മയെ മാറ്റി. 6000 രൂപ വാടക കൊടുക്കണം. വാടക കൊടുക്കാൻ പൈസയില്ല, മരുന്ന് മേടിക്കാൻ പൈസയില്ല. കുട്ടിക്കരയുകയാണ്. ആ മാതാവാണെങ്കിൽ വളരെയേറെ വാർദ്ധക്യം ബാധിച്ചിട്ട് രോഗിയാണ്. ഗൾഫിലുള്ള മകനെ ഞാൻ ഫോൺ വിളിച്ചു. വളരെ സ്നേഹത്തോടെ ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ, നീ നിന്റെ അമ്മയും അപ്പനെ നോക്ക്. നിനക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. ഏറ്റവും നന്നായിട്ട് അവനെല്ലാം കേട്ടിട്ട് ലാസ്റ്റ് എന്നോട് പറഞ്ഞു, സാറിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഈ 2 സാധനത്തെ സാറങ്ങെടുക്കും, എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഞാൻ കള്ളം പറയുകയല്ല. ഇവിടെ ഒരു പള്ളിയുടെ അകത്തു നിന്ന് ഞാൻ പറയുകയാണ്. കൊട്ടാരക്കരയിലുള്ള മർത്തോമാ സഭയുടെ അനാഥാലയത്തിലെ 2 പേരെ അവിടെ നിന്ന് ഞാൻ വണ്ടിയെ കയറ്റി വിളിച്ചു പറഞ്ഞ് അവർ 2 പേരും കഴിഞ്ഞ 3 ദിവസം അവിടെ താമസിക്കുകയാണ്. ഇതാണ് സ്വാർത്ഥം. എന്നിട്ട് മരിക്കുമ്പോൾ നമ്മളെല്ലാം കൂടെ ഒരു പ്രസംഗമുണ്ട്. എല്ലാവരും പ്രസംഗിക്കും മരിച്ചു കഴിയുമ്പോൾ. പ്രത്യേകിച്ച് ക്രൈസ്തവ വീടുകളിൽ മരിച്ചു കഴിഞ്ഞാൽ ആഘോഷമാണ്.
ചെയ്തതും ചെയ്യാത്തതെല്ലാം നമ്മൾ പറയേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ നോക്കിയിട്ടുണ്ടോ? ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ നല്ലതിൽ വളർത്തിയോ? നമ്മുടെ സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ത്യജിച്ചോ? ഇതാണ് ക്രിസ്തു പഠിപ്പിച്ചത്. മാർപ്പാപ്പയുടെ പ്രസിദ്ധമായ ഈ ഒരു പ്രസംഗം വർത്തമാനകാലത്ത് ക്രൈസ്തവ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രസംഗമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചത്. തീർച്ചയായിട്ടും മലങ്കര സഭ ഇതൊക്കെ കണ്ടു പഠിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ സഭയിൽ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രിയ പിതാവ് കത്തോലിക്ക ബാബ പിതാവ് ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ഞാൻ മനസ്സിലാക്കിയ ആളാണ്. ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ചേർത്തുപിടിക്കൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു തിരുമേനി, പിന്നെ ചെങ്ങന്നൂരിലെ എൻ്റെ സഹോദരൻ തിരുമേനി ഒക്കെ ഒത്തിരി ചേർത്തുപിടിക്കൽ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി ഗൗരവത്തിൽ നമ്മുടെ ഭവനങ്ങളെ കാണാനും വീക്ഷിക്കാനും സമൂഹത്തിന് അവരെ മാതൃകാപരമായി അവരെ വളർത്തിയെടുക്കാനും കുഞ്ഞുങ്ങളെ സമൂഹത്തിന് മാതൃകാപരമായി സംഭാവന ചെയ്യാനും കഴിയുന്ന തരത്തിലേക്ക് മാറ്റപ്പെടണം. വളരെ ചെറിയ പ്രായത്തിൽ ആത്മഹത്യ ചെയ്യുക, വളരെ ചെറിയ പ്രായത്തിൽ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുക, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു പിതാവും ഒരു മാതാവും വന്നു. മകൻ മയക്കുമരുന്ന് കേസിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കേസിലെത്തുക. എത്ര കേസുകളാണ് ദിവസം വരുന്നത്? എത്ര പീഡന കേസുകളാണ് ദിവസം വരുന്നത്? എന്ത് ധാർമ്മികതയാണ് നമുക്കുള്ളത്? അപ്പം ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജനറലായി ചർച്ച ചെയ്യണം. എല്ലാവരും ചർച്ച ചെയ്യണം. നമ്മൾ ജീവിക്കുന്ന ഒരു കാലം എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഐക്യവുമാണ്. ഒരു സഭ മാത്രം വളർന്നതുകൊണ്ട് രാജ്യം രക്ഷപ്പെടില്ല. എല്ലാവരും വളരണം. എല്ലാ മനുഷ്യനും ഒരുപോലെ ജീവിക്കണം. എല്ലാ മനുഷ്യനും വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ കാണും, ചിന്തകൾ കാണും, വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ കാണും. പക്ഷേ അവിടെയെല്ലാം മനുഷ്യനാണ് ഏറ്റവും വലുതെന്നുള്ള ചിന്താധാരയിലേക്ക് നമ്മുടെ സമൂഹത്തെ എത്തിക്കാൻ കഴിയണം. ഈ തീർത്ഥാടന കേന്ദ്രം എല്ലാവർക്കും വരാൻ കഴിയുന്ന കേന്ദ്രമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ നല്ലവരായ മനുഷ്യനും കടന്നു വന്ന് പ്രാർത്ഥിക്കാനും പരസ്പരം പരിചയപ്പെടാനും പരസ്പരം സ്നേഹിക്കാനും കഴിയുന്ന മഹത്തായ ഒരു തീർത്ഥാടന കേന്ദ്രമായി ഈ തീർത്ഥാടന കേന്ദ്രം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം ഞാൻ ആഗ്രഹിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും പുതുവർഷം സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും വർഷമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you.